അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട നൽകാൻ ഒരുങ്ങി രാജ്യം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ 11:45 യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിൽ നടക്കും. മൃതദേഹം അല്പസമയത്തിനകം AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. വിലാപയാത്ര വസതിയിൽ നിന്നും പുറപ്പെട്ടു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും വൃന്ദ ഗോവിന്ദുണ്ട്. വൃന്ദ, 8:30 പൊതുദർശനം ആരംഭിക്കുമെന്നായിരുന്നു വിവരം. ഇപ്പോൾ ഏതുവരെയായി ഒരുക്കങ്ങൾ? AICC ആസ്ഥാനത്തേക്ക് വിലാപയാത്ര എത്തിച്ചേർന്നുവോ? അതുല്യ, AICC ആസ്ഥാനത്തേക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള സൈനിക ട്രക്ക് എത്തിയിരിക്കുന്നു. ഇത് ഏകദേശം 8 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇറങ്ങും എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ. എന്നാൽ വലിയ രീതിയിലുള്ളൊരു ഈ ഒരു നടപടിക്രമങ്ങളിൽ വൈക്കം സംഭവിച്ചിട്ടുണ്ട്. രാജ്യത്തിന് വേണ്ടി സേന ആദരാഞ്ജലി അർപ്പിക്കും. രാഷ്ട്രപതിയുടെ നേതൃത്വത്തിലായിരിക്കും അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുക. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി തുടങ്ങിയ ആളുകൾ അവിടെ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഉടൻ ഉണ്ടാകും. AICC ആസ്ഥാനത്ത് ഉടൻ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള സൈനിക ട്രക്ക് AICC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ അവിടെ തടിച്ചുകൂടുന്നത്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം, പ്രവർത്തകരും അണികളും പൊതുജനങ്ങളും അടക്കം നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിലവിൽ വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ സംവിധാനവും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നടക്കം മുതിർന്ന നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചാണ്ടി ഉമ്മൻ, അതോടൊപ്പം തന്നെ NK പ്രേമചന്ദ്രൻ MP തുടങ്ങിയിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഇന്നലെ തന്നെ പലരും ഈ ഒരു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണ വാർത്ത അറിഞ്ഞതു മുതൽ തന്നെ നിരവധി ആളുകളാണ് അവിടേക്ക് ഒഴുകിയത്. അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വീഡിയോ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ സാധിക്കാത്തവർ അത്തരത്തിൽ അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ട് സന്ദേശങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള സൈനിക ട്രക്ക് ഇപ്പോൾ AICC ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നിലവിൽ 8 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും, മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതശരീരം സമയത്തിനകം എത്തിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് കുറച്ച് വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, നടപടിക്രമങ്ങൾ വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള കേരളത്തിൽ നിന്നുമുള്ള മുതിർന്ന നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും ചാണ്ടി ഉമ്മൻ, NK പ്രേമചന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു നിര അവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം അദ്ദേഹത്തെ AICC ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ വൈകി എന്ന് വേണം പറയാൻ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അടക്കം അവിടെ എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഈ AICC ആസ്ഥാനത്തിൻ്റെ കവാടത്തിലൂടെ ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധി അവിടെ എത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അവിടെ എത്തിയിരിക്കുന്നു. ഒപ്പം പ്രിയങ്ക ഗാന്ധിയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ, അവസാനമായി അദ്ദേഹത്തെ കാണാൻ AICC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ മുതിർന്ന നേതാക്കളടക്കം അവിടെ എത്തിയിട്ടുണ്ട്. പൂർണ്ണമായും അദ്ദേഹത്തിന് സൈനിക ബഹുമതികളോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടി തന്നെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കും.
ഭരണത്തലവന്മാർക്ക് നൽകാറുള്ള 21 ആചാരവെടികൾ ഉൾപ്പെടെ പൂർണ്ണ സൈനിക ബഹുമതിയോടുകൂടിയാണ് സംസ്കാരം നടക്കുക. നിലവിൽ രാജ്യത്തിന് വേണ്ടി സേന ആദരാഞ്ജലി അർപ്പിക്കും. രാഷ്ട്രപതിയുടെ നേതൃത്വത്തിലുള്ള സേനയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുക. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി അടങ്ങുന്ന എല്ലാ നേതാക്കളും അവിടെ എത്തും. വലിയ രീതിയിലുള്ള സുരക്ഷാ സേനാംഗങ്ങളാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത്. പോലീസ് സേന, മിലിറ്ററി പോലീസ്, അർദ്ധ സൈനിക സേന തുടങ്ങി സേനകളുടെ വിവിധ ആളുകൾ അവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളവർ അടക്കം അവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. 8 മണിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്നും അദ്ദേഹത്തെ AICC ആസ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ വലിയൊരു വൈക്കം ഉണ്ടായിരിക്കുന്നു. 8:50 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്നും അദ്ദേഹത്തെ AICCയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നത്. സമയക്രമത്തിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 1 മണിക്കൂർ നീളുന്ന പൊതുദർശനമാണ് AICCയിൽ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അത് 1 മണിക്കൂറിലധികം നീളും എന്ന് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. സൈനിക അകമ്പടിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം വഹിച്ചു കൊണ്ടുള്ള പൊതുദർശനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ച് AICC ആസ്ഥാനത്തിലെ പൊതുദർശനത്തിന് വയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ അടക്കം സോണിയാഗാന്ധി അടക്കം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു തീരാ നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഭരണസമയങ്ങളിലെല്ലാം തന്നെ സോണിയാഗാന്ധിക്ക് ആത്മധൈര്യം നൽകി ഈ ഒരു ഇന്ത്യയെ പടുത്തുയർക്കുന്നതിൽ വലിയ പ്രാധാന്യം വഹിച്ചിട്ടുള്ള ഒരു ആൾ കൂടിയാണ് മൻമോഹൻ സിംഗ്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ നേരിട്ടും അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയും അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ച സമയങ്ങളിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവർ എയിംസ് ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. മൻമോഹൻ സിംഗിനോടുള്ള ആദര സൂചകമായി സംസ്ഥാനത്ത് അടുത്ത ബുധൻ വരെ 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്ഥാപക ദിനാഘോഷം ഉൾപ്പെടെ മാറ്റിവെച്ചു. എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് സൈനികർ AICC ആസ്ഥാനത്തിലെ അദ്ദേഹത്തിന് പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന പൊതുദർശനത്തിന് ക്രമീകരിച്ചിരിക്കുന്ന ഇടത്തേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ AICC ആസ്ഥാനത്ത് നടത്തും. ഇന്നലെ അടക്കം ഈ ഒരു അദ്ദേഹത്തിൻ്റെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് എപ്പോൾ നടത്തും, സമയക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇന്നലെ 11 മണിയോടുകൂടി മന്ത്രിസഭാ യോഗത്തിലാണ് എപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം, സമയക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ അമൃത US-ൽ നിന്നും മടങ്ങി വരുന്നത് വരെ കാത്തിരുന്നു. അദ്ദേഹത്തിന് അമൃത മടങ്ങി വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകളിൽ ഒരു തീരുമാനമുണ്ടായിരുന്നത്. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാരം അല്പസമയം ഇവിടുത്തെ AICC ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും യമുന തീരത്തെ നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോവുക. ഈ 11:45 സംസ്കാര ചടങ്ങുകൾ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിൽ തീർച്ചയില്ല. ഇവിടെ AICC ആസ്ഥാനത്ത് പ്രത്യേകം ഒരുക്കിയ പൊതുദർശനത്തിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം അവിടെ എത്തിയിട്ടുണ്ട്.
ആയിരിക്കും പൊതുദർശനമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ നടപടിക്രമങ്ങളിലുണ്ടായ കാലതാമസത്തെ തുടർന്ന് മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ AICC ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടേയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും പൊതുദർശനവും അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകളും നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത, അല്ലേ വൃന്ദ? അതുല്യ, കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നേരത്തെ കൃത്യമായ ഒരു സമയ ക്രമീകരണം നേരത്തെ തന്നെ ഇവർ തയ്യാറാക്കിയിരുന്നു. 8 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്നും 8 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള സൈനിക ട്രക്ക് പുറത്തിറങ്ങും. അതിനുശേഷം 8:30 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം AICC ആസ്ഥാനത്ത് എത്തിക്കും. ഇവിടെയായിരിക്കും പൊതുദർശനം നടക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു ക്രമീകരണം നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള സൈനിക ട്രക്ക് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്നും 8:50 തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ വലിയൊരു സമയ ക്രമീകരണത്തിൽ വലിയ ഒരു മാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൊതുദർശനമാണ് അവിടെ സജ്ജീകരിച്ചിരുന്നത്. എന്നാൽ ഇതിലും മാറ്റമുണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ സോണിയാഗാന്ധി അദ്ദേഹത്തിന് ആദരമർപ്പിക്കുകയാണ് AICC ആസ്ഥാനത്ത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നു. മുതിർന്ന നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ രാജ്യത്തിന് വേണ്ടി സേന ആദരാഞ്ജലി അർപ്പിക്കും. രാഷ്ട്രപതിയുടെ നേതൃത്വത്തിലായിരിക്കും സേന അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുക. അതോടൊപ്പം തന്നെ അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി അടക്കം അദ്ദേഹത്തിന് റീത്ത് സമർപ്പിക്കുക. വിദേശ രാജ്യങ്ങളുടെയും എംബസികളുടെയും പ്രതിനിധികൾ ഈ ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തും. നിലംബോധ് ഘട്ടിൽ പൊതുദർശനം ഈ AICC ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും നടക്കുക. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തിന് റീത്ത് സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പങ്കുചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ സോണിയാഗാന്ധി എത്തിയിരുന്നു. ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് അന്തിമോപചാരം AICC ആസ്ഥാനത്ത് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. കൂടാതെ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള കേരളത്തിൽ നിന്നും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ ഇന്നലെ തന്നെ അവിടെ എത്തിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ അദ്ദേഹത്തിന് ആദരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ തന്നെ ഈ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണ വാർത്ത അറിഞ്ഞതു മുതൽ, അദ്ദേഹം ആശുപത്രിയിലായതു മുതൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാനായി എയിംസ് ആശുപത്രിയിൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ മരണസമയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നുവെന്നും എന്നുള്ളതെല്ലാം നമ്മൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അവർ അവിടെ തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയേറെ ഗുരുതുല്യരായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഈ ജനങ്ങളെല്ലാം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും അണികളും പ്രവർത്തകരും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂറോളം ആണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ AICC ആസ്ഥാനത്തുള്ള പൊതുദർശനം അവിടെ ക്രമീകരിച്ചിരുന്നത്. എന്നാൽ ഇതിൽ ഈ ഒരു സമയക്രമത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് പ്രകാരമാണെങ്കിൽ 8 മണിക്ക് അദ്ദേഹത്തിൻ്റെ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്നും
അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള സൈനിക ട്രക്ക് പുഷ്പാലങ്കൃതമായിട്ടുള്ള സൈനിക ട്രക്കിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ACC ആസ്ഥാനത്തേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. 8:30 തന്നെ ACC ആസ്ഥാനത്ത് എത്തിക്കും. തുടർന്ന് 9:30 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം യമുന തീരത്തെ നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോകും എന്നായിരുന്നു നേരത്തെ ക്രമീകരിച്ചിരുന്നത്. എന്നാൽ ഇതിലെല്ലാം ചെറിയ രീതിയിലുള്ള സമയത്തിൽ വലിയ രീതിയിലൊരു മാറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അടക്കം മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. AICC ആസ്ഥാനത്ത് എത്തിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരത്തിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും അടക്കമുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. അതിനു മുന്നോടിയായി സൈനിക വാഹനത്തിൽ എത്തിച്ച മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരത്തിൽ ത്രിവർണ്ണ പതാക പുതപ്പിച്ചുകൊണ്ട് സൈന്യം ആദരമർപ്പിച്ചിരുന്നു. ചർക്ക ആലേഖനം ചെയ്ത ത്രിവർണ്ണ പതാക പുതപ്പിച്ചുകൊണ്ടാണ് മുതിർന്ന നേതാവ് സോണിയാഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ആദരമർപ്പിച്ചത്. ഇരുവരും പുഷ്പചക്രങ്ങളും സമർപ്പിച്ചിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, വയനാട് MP പ്രിയങ്ക ഗാന്ധി, DK ശിവകുമാർ അടക്കമുള്ളവർ പുഷ്പചക്രങ്ങളും ആദരവും അർപ്പിച്ചു. പൊതുദർശനം കുറച്ച് സമയം കൂടി നീളും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 11:45 സംസ്കാരം എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഈ ഒരു സമയക്രമത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോൾ AICC ആസ്ഥാനത്ത് പൊതുദർശനം തുടരുകയാണ്. 11:45 നിഗംബോധ് ഘട്ടിൽ യമുന തീരത്തൊരുക്കിയിരിക്കുന്ന നിഗംബോധ് ഘട്ടിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം. വൃന്ദ, മറ്റൊരു കാര്യം കൂടി അറിയാനുണ്ട്. നേരത്തെ ഇത്തരത്തിൽ ഇന്നലെ വരെയും ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. സ്മാരകം നിർമ്മിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന് ഒരു സ്മാരകം നിർമ്മിക്കാൻ സാധിക്കാവുന്ന തരത്തിലുള്ള ഒരിടത്ത് വേണം സംസ്കാരം എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആവശ്യം. അത്തരത്തിൽ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കുന്നതിൽ കേന്ദ്രത്തിന് എന്താണ് എതിർപ്പ് എന്ന രീതിയിൽ വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഇന്നലെ ഉയർന്നു വന്നിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ നിഗംബോധ് ഘട്ടിലാണ് സംസ്കാരം എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതിനുശേഷം കേന്ദ്രം സ്മാരകം നിർമ്മിക്കാൻ ട്രസ്റ്റ് രൂപീകരിക്കും മുതലായതടക്കമുള്ള തീരുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? അതുല്യ, ഈ ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകാൻ ഒരുങ്ങുന്ന ഒരു വേളയിൽ ഇത്തരത്തിലൊരു വിവാദവും പൊട്ടിപ്പുറപ്പെട്ടു എന്ന് വേണം തന്നെ പറയാൻ. അദ്ദേഹത്തിന് മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് സ്ഥലം വിട്ടു നൽകാത്തതിൽ ഒരു വിവാദം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു കേന്ദ്രത്തിന് കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കത്തിൽ പ്രധാനമായും പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന് ഉചിതമായ ഒരു സ്മാരകം നൽകണം, അവിടെ തന്നെ അദ്ദേഹത്തെ സംസ്കരിക്കണം എന്നാണ്. അദ്ദേഹത്തെ എവിടെയാണോ സംസ്കരിക്കുന്നത് അവിടെ തന്നെ അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിയണം. അതാണ് ഈ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അടക്കം ആവശ്യപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ ഒരു ആവശ്യവും അത് തന്നെയായിരുന്നു. കുടുംബവും ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിനെ എവിടെയാണോ അദ്ദേഹത്തിനെ സംസ്കരിക്കുന്നത് അവിടെ തന്നെ അദ്ദേഹത്തിന് സ്മാരകം ഒരുക്കണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. നേരത്തെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിലടക്കം അദ്ദേഹത്തിനെ എവിടെ സംസ്കരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനമായിരുന്നത്. അതിൽ പല സ്ഥലങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിലെല്ലാം തന്നെ ഒരു അനിശ്ചിതത്വം നീളുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു പോയിരുന്നത്. ഇപ്പോൾ കുടുംബത്തിൻ്റെ അടക്കം ആവശ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ എവിടെയാണോ സംസ്കരിക്കുന്നത് അവിടെ അദ്ദേഹത്തിന് സ്മാരകം പണിയണം എന്നുള്ളത് തന്നെയായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനാസ്ഥയുണ്ടായി എന്ന് തന്നെയാണ് കോൺഗ്രസ് നേരത്തെയും വ്യക്തമാക്കിയിരുന്നത്. മൻമോഹൻ സിംഗിനോട് അനാദരവ് കാണിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. ഇതിനെ പിന്തുണച്ച് നിരവധി ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു വലിയ രീതിയിലുള്ള വിമർശനം കേന്ദ്ര സർക്കാരിന് നേരിടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അർദ്ധരാത്രിയോടുകൂടി തന്നെ ഇവർ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു വിശദീകരണം
സ്വീകരണം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ മൻമോഹൻ സിംഗിന് സ്മാരകത്തിന് സ്ഥലം നൽകുമെന്നും അതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഇത് കൈമാറും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറേണ്ട നടപടികൾ ഉള്ളതിനാലാണ് ഇപ്പോൾ യമുനാ തീരത്തുള്ള നിഗംബോധ് ഘട്ടിൽ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഈ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് കൈമാറുന്ന അത്തരത്തിലുള്ള ഒരു സമയത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ളതിനാൽ തന്നെ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം നിഗംബോധ് ഘട്ടിൽ സംസ്കരിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ളൊരു വിമർശനങ്ങൾ വിവിധ കോണിൽ നിന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഈ കേന്ദ്രം നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് തന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഇത് കൈമാറും, അതായത് മൻമോഹൻ സിംഗിന് സ്മാരകത്തിന് സ്ഥലം വിട്ടു നൽകും എന്ന് തന്നെയാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രം ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവിന്, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഇത്രത്തോളം സ്വാധീനിച്ച, ജനങ്ങളെ ഇത്രത്തോളം സ്വാധീനിച്ച ഒരു വ്യക്തിക്കായുള്ള ഇപ്പോൾ ഉയരുന്ന ഈ ഒരു പരാമർശങ്ങളെല്ലാം അനാവശ്യ വിവാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. സ്മാരകങ്ങൾക്ക് സ്ഥലം നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് UPA സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളതും കൂടെ കേന്ദ്ര വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഈ വലിയ രീതിയിലുള്ളൊരു വിമർശനങ്ങളും പരാമർശങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിരവധി ആളുകളാണ്, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ AICC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. പുഷ്പചക്രമടക്കം അദ്ദേഹത്തിന് സമർപ്പിച്ച് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ, അദ്ദേഹത്തെ വിമർശിച്ചവർ പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 7 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് മൻമോഹൻ സിംഗിനോടുള്ള ആദര സൂചകമായി സംസ്ഥാനത്ത് അടുത്ത ബുധൻ വരെയാണ് 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ അടക്കം നിരവധി പരിപാടികളാണ്, പാർട്ടി സ്ഥാപക ദിനാഘോഷം ഉൾപ്പെടെയുള്ള പരിപാടികളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും ഉച്ചവരെ അവധി നൽകിയിരിക്കുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ച, അതല്ലെങ്കിൽ ഇന്ത്യയെ ആധുനികതയിലേക്ക് കെട്ടിപ്പിടിച്ച ഒരു മുൻ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം ഇന്ന് വിട നൽകുകയാണ്. രാവിലെ 11:45 നിഗംബോധ് ഘട്ടിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുടെ നേതൃത്വത്തിലായിരിക്കും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. സേന അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കും. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി എന്നിവരടക്കം അവിടെ എത്തിച്ചേരും. നേരത്തെ തന്നെ ഇതിൽ 1 മണിക്കൂർ വൈകി എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും ഈ AICC ആസ്ഥാനത്തേക്കുള്ള വിലാപയാത്ര അടക്കം വൈകുന്ന ഒരു സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇപ്പോൾ മൃതദേഹം AICC ആസ്ഥാനത്ത് പൊതുദർശനം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിരവധി ആളുകളാണ് അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തുന്നത്. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ 11:45 ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 11:15 തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള സൈനിക ട്രക്ക് യമുന തീരത്തെ നിഗംബോധ് ഘട്ടിലേക്ക് എത്തിച്ചേരും. അവിടെ വെച്ചായിരിക്കും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുക. രാഷ്ട്രപതി ദ്രൗപദി മുർമുയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും. പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടി തന്നെയായിരിക്കും അദ്ദേഹത്തിന് എല്ലാ ആദരവും രാജ്യത്തിൻ്റെ ആദരം അർപ്പിക്കുക. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി അടക്കമുള്ളവർ പുഷ്പചക്രം സമർപ്പിക്കുക. വിദേശ രാജ്യങ്ങളുടെയും എംബസികളുടെയും പ്രതിനിധികൾ അന്തിമോപചാരം അർപ്പിക്കും. നിലംബോധ് ഘട്ടിൽ എത്തി പൊതുദർശനത്തിന് ശേഷം നിലംബോധ് ഘട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള സൈനിക ട്രക്ക് നീങ്ങും. 1 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഇവിടെ AICC ആസ്ഥാനത്ത് തുടരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങി നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് ഇപ്പോൾ AICC ആസ്ഥാനത്ത് ഉള്ളത്. നിലവിൽ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മല്ലികാർജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ ഇരിക്കുന്ന സമയത്ത് സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ കേരളത്തിൽ നിന്നടക്കമുള്ള നിരവധി ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ, അതോടൊപ്പം തന്നെ NK പ്രേമചന്ദ്രൻ MP, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കളടക്കം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആദരമർപ്പിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. അതുല്യ. AICC ആസ്ഥാനത്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഇന്ത്യൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ നേതാക്കളും അടക്കം നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. സോണിയാഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, വയനാട് MP പ്രിയങ്ക ഗാന്ധി, DK ശിവകുമാർ അടക്കമുള്ള മുൻനിര നേതാക്കളെല്ലാം തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തീരുമാനിച്ച സമയക്രമത്തിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ ഈ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരം 11:45 യമുനാ തീരത്തുള്ള നിഗംബോധ് ഘട്ടിലാണ് സംസ്കാരം നടക്കേണ്ടത്. ആ സമയക്രമത്തിൽ മാറ്റം ഉണ്ടാകാനാണ് സാധ്യത. രാഷ്ട്രപതിയുടെ അടക്കം നേതൃത്വത്തിൽ പൂർണ്ണമായ ഔദ്യോഗിക സൈനിക ബഹുമതികളോടെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു നേതാവായിരുന്നു മൻമോഹൻ സിംഗ്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ വലിയ നേട്ടങ്ങൾ അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി എന്നതിലപ്പുറം വലിയ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫൈനാൻഷ്യൽ റിഫോമിസ്റ്റ് കൂടിയായിരുന്നു മൻമോഹൻ സിംഗ്. അധ്യാപകനിൽ നിന്ന് പ്രധാനമന്ത്രി പദം വരെ എത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതം വിരാമമായിരിക്കുകയാണ്. മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകാൻ ഒരുങ്ങുന്നു. AICC ആസ്ഥാനത്ത് പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും